നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. പാകിസ്ഥാന്റെ ഭീകരവാഴ്ചയ്ക്ക് ചുട്ട മറുപടിയാണ് ഇന്ത്യൻ സൈന്യം നൽകിയത്. പാകിസ്ഥാന്റെ വ്യോമതാവളം വലിയ തോതിൽ തകർന്നിരിക്കുന്നു എന്നും അവർക്ക് വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നതെന്നും അവരുടെ ഔദ്യോഗിക പത്രങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ചിത്രങ്ങൾ സഹിതമാണ് അതിൻ്റെ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. എന്നാൽ ഇതിൽ പലതും കല്ല് വെച്ച നുണകളാണ് എന്ന് ഇന്ത്യ കൃത്യമായി തന്നെ പറയുകയാണ്. പാകിസ്ഥാൻ വലിയ തോതിൽ ഇരവാദം മുഴക്കുകയാണ്. വാസ്തവത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ 9 ഭീകര കേന്ദ്രങ്ങളാണ് തകർത്തെറിഞ്ഞത്. സാധാരണക്കാരെ ഉപദ്രവിക്കുകയോ തൊടുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് ഇന്ത്യൻ സൈന്യം സ്ഥിരീകരിച്ച കാര്യമാണ്. ഇന്ത്യ പാകിസ്ഥാൻ ചർച്ചയിൽ വെടിനിർത്തൽ ധാരണ ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷവും അത് ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ പ്രകോപനം തുടർന്നുകൊണ്ടേയിരുന്നു. ഇന്ത്യയുടെ കനത്ത തിരിച്ചടി താങ്ങാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലാക്കിയാണ് പാകിസ്ഥാൻ വെടിനിർത്തലിന് അപേക്ഷയുമായി, അതായത് അത്തരത്തിൽ ഒരു നീക്കം വേണ്ടിവരും, ഇല്ലെങ്കിൽ താങ്ങത്തില്ല എന്നവർക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച നടത്താൻ തയ്യാറായത് തന്നെ. എന്നാൽ ഇന്ത്യ കൃത്യമായൊരു താക്കീത് കൊടുത്തു. ഇനി ഏതെങ്കിലും രീതിയിൽ ഇത്തരത്തിൽ ഒരു വെടിനിർത്തൽ ലംഘനം ഉണ്ടായാൽ അതിനെ യുദ്ധമായി കരുതുകയും അതിന് മറുപടി കൊടുക്കുകയും ചെയ്യും. ഇനിയും സഹിച്ചും ക്ഷമിച്ചും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. പാക് അധീന കശ്മീർ തിരികെ പിടിക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങളും ആരംഭിക്കാൻ സാധ്യതയുണ്ട്. ഇതിനിടയിൽ അമേരിക്ക അവകാശവാദം മുഴക്കുന്നത് US പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് മധ്യസ്ഥ ചർച്ച നടത്തിയതിൻ്റെ ഫലമായാണ് ഇത്തരത്തിൽ ഒരു നീക്കുപോക്കുണ്ടായത് എന്നൊക്കെയാണ്. നരേന്ദ്രമോദി തൻ്റെ സുഹൃത്ത്, മൈ ട്രൂ ഫ്രണ്ട് എന്നൊക്കെ വിശേഷിപ്പിച്ച ഡൊണാൾഡ് ട്രംപിൻ്റെ മുന്നിൽ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഉപാധികൾക്ക് വിളി കേൾക്കേണ്ട ആവശ്യമുണ്ടോ എന്ന ചോദ്യം രാജ്യത്തുടനീളം ഉണ്ടായിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യയുടെ പരമാധികാരം, സോവറിനിറ്റി, അത് ഒരു രാജ്യത്തിനും അതിൻ്റെ മേൽ കയറി അവകാശവാദം ഉന്നയിക്കാനോ ഇന്ത്യയോട് ആജ്ഞാപിക്കാനോ കഴിയില്ല. സമാധാനം ആഗ്രഹിക്കുന്ന രാജ്യം എന്ന രീതിയിൽ ഭീകരവാഴ്ചയെ ചെറുത്തു തോൽപ്പിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാലോ, സാധാരണ വിമാനങ്ങളെ, അതായത് അന്താരാഷ്ട്ര വിമാന സർവീസുകൾ നടത്തുമ്പോൾ അതിനെ മറയാക്കി, അതിനെ സുരക്ഷാ കവചമാക്കിക്കൊണ്ടാണ് ഡ്രോണുകൾ പാകിസ്ഥാൻ വിട്ടത്. ഈ ഡ്രോണുകളെ തിരിച്ചാക്രമിച്ചതിനെ നിഷ്പ്രഭമാക്കുകയും ചെയ്തു. ഇവിടെ ഏറ്റവും ഒടുവിൽ നിർണായകമായ നീക്കം സംഭവിച്ചിരിക്കുന്നത് ഇന്ത്യ വിദേശ നയം എടുക്കുന്ന കാര്യത്തിൽ US-ൻ്റെ അതുപോലെ തന്നെ ചൈനയുടെ ഒക്കെയാണ് ആയുധങ്ങൾ വലിയ തോതിൽ പാകിസ്ഥാൻ പണ്ട് വാങ്ങിക്കൂട്ടിയ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ ആക്രമണം അഴിച്ചുവിട്ടത്. എന്നാൽ ഇപ്പോൾ പാകിസ്ഥാൻ പറയുന്നത് ഇന്ത്യ വലിയ തോതിൽ മിസൈൽ വിക്ഷേപണം നടത്തി അവരുടെ പല കേന്ദ്രങ്ങളും തകർത്തിരിക്കുന്നു, അത് ഒരിക്കലും പൊറുക്കാനാവില്ല എന്നൊക്കെ പറഞ്ഞു വരികയാണ്. ഇത്തരത്തിലുള്ള ഇരവാദമാണ് തള്ളിക്കളയേണ്ടത്. മധ്യസ്ഥ ചർച്ചയ്ക്ക് അമേരിക്ക വരാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് ഞങ്ങളുടെ ആഭ്യന്തര കാര്യമാണ് എന്ന് വ്യക്തമാക്കേണ്ടതായി ഉണ്ട്. ഇവിടെയാണ് കൃത്യമായി പ്രതിപക്ഷം, കോൺഗ്രസ് ഈ വിഷയത്തിൽ യുദ്ധമെങ്കിൽ യുദ്ധം, അതിന് യാതൊരു വിട്ടുവീഴ്ചയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരുപാധിക പിന്തുണ കേന്ദ്രത്തിന് കൊടുക്കുമ്പോൾ കേന്ദ്രത്തിനെതിരെ ഏകപക്ഷീയമായി ഏതെങ്കിലും ഒരു വിദേശ രാജ്യം നീങ്ങിയാൽ ആ വിദേശ രാജ്യത്തിൻ്റെ സഹായം ആവശ്യമില്ല. കാരണം പാകിസ്ഥാന് വേണ്ടി 7th ഫ്ലീറ്റുമായി വന്ന ചരിത്ര പാരമ്പര്യമാണ് അമേരിക്കയ്ക്കുള്ളത്. അവർക്ക് വ്യവസായത്തിന് അപ്പുറത്തേക്ക് ഇന്ത്യയുമായി യാതൊരു സൗഹൃദവും താല്പര്യമില്ല. അവർക്കറിയാം ഇന്ത്യയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ വലിയ രീതിയിലുള്ള വ്യാവസായിക തകർച്ച വരും. ഇന്ത്യ അവരിൽ നിന്നും ആയുധങ്ങൾ ഇപ്പോൾ ശേഖരിക്കുന്നില്ല. അത് വലിയ നിരാശയാണ് അവരിൽ ഉണ്ടാക്കുന്നത്. എന്നാൽ അമേരിക്കയുമായി സംസാരിക്കുമ്പോൾ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാനെന്ന് കൃത്യമായി ശശി തരൂർ അടക്കമുള്ളവർ വ്യക്തമാക്കുകയാണ്.